ഞങ്ങൾ ഇന്ന് വെജിറ്റബിൾ കോസ്റ്റ്യൂം ആയിട്ട് ക്യാരറ്റാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വെജിറ്റബിൾ കോസ്റ്റ്യൂം ഡേ ഉണ്ട്. അപ്പം അന്ന് അതിന് വേണ്ടി ഞങ്ങൾ ക്യാരറ്റ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങണം. മുത്തശ്ശിയോട് എന്തെങ്കിലും പറയണ്ട? മുത്തശ്ശി കൊഞ്ഞിനെ എന്നും അന്വേഷിക്കാറുണ്ട്. സൈക്കിളും കാണാം, ഇന്ത്യ പത്രം കാണാം, ഇന്ത്യ ഫ്ലൈറ്റ് കാണാം, ഒരുപാട് കാര്യങ്ങൾ കാണാം. എല്ലാം കാണാം. മുത്തശ്ശി അന്വേഷിക്കൂട്ടാ. ശരി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ശരി. ആദ്യം ന്യൂസ് പേപ്പർ എടുത്ത് ഈ ഒരു മോഡൽ പോലെ നമ്മൾ വരച്ചെടുക്കണം ക്യാരറ്റിൻ്റെ. അപ്പോൾ ഒരു സൈഡിലേക്കുള്ളത് വരയ്ക്കാൻ മൊത്തത്തിൽ എടുക്കുമ്പോൾ വെട്ടുമ്പോൾ കൃത്യമായിട്ട് വരും. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചാർട്ടിലേക്ക് ഇതങ്ങനെ ട്രേസ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തു. എളുപ്പമാണ് കേട്ടോ, ക്യാരറ്റ് ഉണ്ടാക്കാൻ വലിയ കുഴപ്പമില്ല. അതിൻ്റെ ഓറഞ്ച് ചാർട്ടും വാങ്ങി. ചാർട്ടും പിന്നെ ഇത്തിരി സ്കെച്ച് പെൻ അങ്ങനെ കളറ് മതി, വേറെ ഒന്നും ഇതിനാവശ്യമില്ല. ഒരു പച്ച ചാർട്ടും വാങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് അധികം വിലയുള്ള കേട്ടോ. ഞാനധികം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഓൺലൈനിൽ വാങ്ങാമെന്ന് ചേട്ടൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഒരു ഭംഗിയില്ലേ, പക്ഷേ ഒക്കത്തിനും നല്ല വിലയുണ്ട്. വില എന്ന് പറഞ്ഞാൽ 200 ഒക്കെ ഉള്ളൂ. പക്ഷേ അതിൻ്റേതായ ഒരു ഭംഗി കാണുന്നില്ല. അപ്പോൾ ഞാൻ ചേട്ടനോട് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ദിവസം ഓഫീസിൽ ഇൻസ്പെക്ഷന് പോയപ്പോൾ ഞാൻ ഈ ചാർട്ടൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മേലെയായി ഉണ്ടാക്കാൻ. ഇപ്പോഴാണ് സമയം കിട്ടി. അടുത്ത ദിവസങ്ങളിലാണ്, തിങ്കളാഴ്ചയാണ് അവന് ഈ സെലിബ്രേഷൻ കോസ്റ്റ്യൂം, വെജിറ്റബിൾ കോസ്റ്റ്യൂമിൻ്റെ സെലിബ്രേഷൻ. അപ്പോൾ നമ്മളങ്ങനെ ചാർട്ടിൽ വെട്ടിയെടുത്തു. അതെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് ചാർട്ടിൽ വരയ്ക്കുമ്പോൾ എളുപ്പമാണ്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചുമപ്പാണ് എടുത്തത്. ഓറഞ്ചിനേക്കായും ചുമപ്പ് വരുമ്പോൾ ഒരു പ്രത്യേക അതിൻ്റെ നാരുകളായിട്ട് കാണില്ലേ, അത് കാണാനായിട്ട് ചുമപ്പാണ് നല്ലത്. അപ്പോൾ ചുവപ്പ് കളറും കൊണ്ട് ഞാനിത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചെറിയ നാരുകളില്ലേ, അതും ഈ ചുവപ്പും കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കും. വെറുതെ ഇങ്ങനെ വരച്ച് വേഗമാവും കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ ചെറിയ കുട്ടികളുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാവും വെജിറ്റബിൾ കോസ്റ്റ്യൂം ഡേ എന്ന് പറഞ്ഞുകൊണ്ട്. ഓരോ ഡേയ്സ് അല്ലേ ഇപ്പോൾ, ആഘോഷങ്ങളല്ലേ. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്കും ഒരു രസം. എനിക്കതൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഞാനിവനെ എല്ലാത്തിനും പരമാവധി ചേർക്കാൻ നോക്കാറുണ്ട്. അമ്മമാരുടെയും വീട്ടിലുള്ള പാരൻസിൻ്റെയും കഴിവ് തെളിയിക്കാനും പറ്റില്ല പിള്ളേരോടൊപ്പം. നമ്മൾ സ്കൂൾ കാലത്തൊക്കെ ചെയ്തത്, പിന്നെ ഇപ്പം ഇത്രയും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ സമയത്തൊന്നും. സാധാ സ്കൂളിൽ ഇതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. LKG UKG ഒന്നും പോയിട്ടില്ല. ഒന്നിലൊക്കെയാണ് അംഗൻവാടിയിൽ നിന്ന് ചേർന്ന ശേഷം ഉണ്ടായത്. പിന്നെ നമ്മൾ ഈ കണ്ണ് വരയ്ക്കണം. കണ്ണിൻ്റെ ഈ മോഡൽ 2 ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കണ്ണ്. അപ്പോൾ അതിൻ്റെ ആ 3 വട്ടങ്ങളില്ല, അത് കുഞ്ഞതായിട്ട് തോന്നി. അപ്പോൾ അതിരിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കണ്ണ് മാറ്റി അതിരിക്ക് അത് കൊടുത്തിട്ട് വേറെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. കണ്ണിന് ഒന്നുകൂടി വട്ടം വരയ്ക്കുമ്പോൾ അതിന് ആ ഡോട്ടുകളില്ലേ, ആ ഡോട്ടുകൾ വരുമ്പോൾ ഒന്നുകൂടി ഹാപ്പി ആയിട്ടിരിക്കണ പോലെ തോന്നും ക്യാറ്റ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ആ കണ്ണ് ഒരു ജീവൻ വച്ച പോലില്ലേ, അങ്ങനെ ആ 3 ഡോട്ടുകൾ ഇട്ടത്. ആ ഡോട്ടുകൾ ആദ്യത്തേൽ ചെറുതായി പോയി. ചേട്ടൻ പറഞ്ഞു അതന്നെ മതിയെന്ന്. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും വരച്ചതാണ്. ആ അതിരിക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ ചെറുത് അതിരിക്കും കൊടുത്തു. അങ്ങനെ വരയ്ക്കാൻ കേട്ടോ. കണ്ണ് വരയ്ക്കാനും കുഴപ്പമില്ല, നമ്മൾ കാണുമ്പോൾ പാടാനൊന്നുമല്ല കേട്ടോ, എളുപ്പമാണ്. ഈ കണ്ണ് വരയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് സാറ്റിസ്ഫാക്ഷനാണ്. പെട്ടെന്ന് ശരിയായി നല്ല ഭംഗിയിൽ വരയും ചെയ്യും കേട്ടോ. അങ്ങനെ കണ്ണ് വേഗത്തിലായി. കണ്ണ് വരച്ചതിന് അത്യാവശ്യം കഴിഞ്ഞു. പിന്നെ അതിന് ഇത്തിരി സ്മൈലി ഒരു ചുണ്ട് വരയ്ക്കണം. പിന്നെ കണ്ണിൻ്റെ പിരികം പിന്നെ മയിൽപ്പീലിയില്ലേ, അതുപോലെ ചെറുതായിട്ട് വരയ്ക്കണം. ഇപ്പം കണ്ട ഇതുപോലെ. അതൊക്കെ എളുപ്പമാണ്. പിന്നെ അതിന് നമുക്ക് കെട്ടാൻ വേണ്ടി ഒരു വള്ളി വെച്ച് കെട്ടാനായിട്ട് ഇത് ഉറപ്പിക്കണത് ഞാൻ പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നുകൂടി ഇരിക്കാൻ വേണ്ടിയാണ് ഈ ചാർട്ടിൽ ഒന്നുകൂടി ഒട്ടിച്ച് അവിടെ ഇരുത്തണേ. അപ്പോൾ അതങ്ങനെ പോവില്ലല്ലോ. എന്നിട്ട് ഒരു ഭാരമുള്ളതൊന്നും വച്ചു. അതിനുശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് തൊപ്പി ആവശ്യമുള്ളത്, ക്യാരറ്റിനൊരു പച്ച ഇതില്ലേ തണ്ട്, അത് നമ്മൾ തൊപ്പി വച്ച് ഇരിക്കണ പോലെയാണ് വയ്ക്കണേ. അപ്പോൾ അതിനുള്ള സാധനം വരയ്ക്കണം. അതിൻ്റെ തണ്ടിനുള്ള ഇത് അതും വരയ്ക്കാൻ കുഴപ്പമില്ല. അത് കണ്ടിട്ട് വെട്ടിയെടുത്താൽ മതി. വെട്ടിയിട്ട് ആ ഒരു ചാർട്ട്, പച്ച ചാർട്ടിൻ്റെ ഒരു ഇഞ്ച്, 1.5 ഇഞ്ച് വലിപ്പത്തിൽ അത് വെട്ടിയെടുത്താൽ മതി. എന്നിട്ട് ഇത് 1.5 ഇഞ്ച് തന്നെ വലിപ്പത്തിൽ ഇത് വെട്ടിയിട്ട് ഒരു 3ആയിട്ട് മടക്കി വെട്ടിയെടുക്കുക ഈ സൈസിൽ. അതിന് ശേഷം ഒന്ന് കുഞ്ഞിതും കിട്ടുമല്ലോ, അതും കുഞ്ഞിത് വെച്ചാലും കുഴപ്പമില്ല. അതായത് വലിപ്പം കുറഞ്ഞതും ഉണ്ടാവുമല്ലോ ആ തണ്ടിൽ തന്നെ. അപ്പം അങ്ങനെ വെക്കണതാണ് ഇത്.
അങ്ങനെ വെച്ച് ഇതും സെറ്റ് ചെയ്ത് വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഉറപ്പിച്ചിരിക്കണമല്ലോ. അതിന് വേണ്ടി അതിൻ്റെ മേലെ കൂടെ വേറൊരു ചാർട്ടും കൊണ്ട് വീണ്ടും ഒട്ടിച്ചിരിക്കുമ്പോൾ അത് ഇങ്ങനെ സെറ്റായിട്ടിരിക്കും. പിന്നെ അത് പോവില്ല. ഇങ്ങനെ അടർന്ന് വരാനുള്ളൊരു ടെൻഡൻസിയിലാണ് അത് ആദ്യം ഇരിക്കുക. അപ്പോൾ തിക്കായിട്ടിരിക്കും. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് അടിയിൽ ആ കുഞ്ഞിതും വെച്ചപ്പോൾ നല്ല തിക്കായിട്ടിരിക്കും കേട്ടോ. വേഗം കഴിയും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. പിന്നെന്താ, അതിരിതിട്ടിട്ട് നാളെ അവർക്ക് റാം വാക്കുണ്ട്. കണ്ട് ഇങ്ങനെ വച്ചിരിക്കുമ്പോൾ അത് നല്ല സെറ്റായിട്ടിരിക്കും. ഇനി അതിനനുസരിച്ച് അവൻ്റെ തലയുടെ വലിപ്പത്തിനനുസരിച്ച് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാപ്ലർ അല്ലെങ്കിൽ ഒട്ടിക്കുക. അങ്ങനെ നമ്മുടെ ക്യാറ്റ് കുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവൻ തൊടിയിലായിരുന്നു. അപ്പോൾ ഞാൻ തൊടിയിൽ വെച്ച് ഒരു ഫോട്ടോ എടുത്തതാണ്. അപ്പം അവന് സന്തോഷമായി. പക്ഷെ അവന് നടക്കാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.